അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ ഏതാണത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാവിന് ഉച്ചരിക്കാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ അന്ത്യനാളിൽ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന തുലാസിൽ അഥവാ മീസാനിൽ ഏറ്റവും ഭാരമുള്ളതും പരമകാരുണികനായ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതുമായ രണ്ട് വചനങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു എത്ര പരിശുദ്ധൻ, സർവസ്തുതിയും അവനാകുന്നു. മഹാനായ അള്ളാഹു എത്ര പരിശുദ്ധൻ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം പലപ്പോഴും വിശ്രമമില്ലാത്ത ഒരു ഓട്ടപ്പാച്ചിലാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമ്പാദിക്കാനും വെട്ടിപ്പിടിക്കാനും വേണ്ടി നാം നെട്ടോട്ടമോടുന്നു. ഇതിനിടയിൽ നമ്മുടെ ചുമലുകളിൽ നമ്മൾ അറിയാതെ തന്നെ പല ഭാരങ്ങളും വന്നു വീഴുന്നുണ്ട്. സങ്കടങ്ങളുടെ, പ്രാരാബ്ദങ്ങളുടെ, ചിലപ്പോഴൊക്കെ നിരാശകളുടെ വലിയ ഭാരങ്ങൾ. എന്നാൽ ഇങ്ങനെയുള്ള ഓരോ മനുഷ്യനോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തമായി ഒരു കാര്യം പറഞ്ഞു തരികയാണ്. ഭൂമിയിലെ നമ്മുടെ ഭാരങ്ങളെയെല്ലാം അലിയിച്ചു കളയാൻ കെൽപ്പുള്ള, പരലോകത്ത് നമ്മുടെ സുഹൃതങ്ങളുടെ തുലാസിനെ ഏറ്റവും ഭാരമുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന അത്ഭുതകരമായ രണ്ട് വാചകങ്ങളെക്കുറിച്ച് എത്ര മനോഹരമാണ് ആ പ്രവാചക വചനം. നാവിന് ഉച്ചരിക്കാൻ വളരെ എളുപ്പമുള്ളത്. ഇതിനായി നാം പണം ചെലവാക്കേണ്ടതില്ല, കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല, വലിയ സമയം മാറ്റിവെക്കേണ്ടതില്ല. ചുണ്ടുകൾക്കൊന്ന് അനങ്ങാൻ മാത്രമുള്ള സമയം മതി. യാത്ര ചെയ്യുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും വരാൻ കഴിയുന്ന കൊച്ചുവരികൾ. പക്ഷേ പരലോകത്തെ കർമ്മങ്ങളുടെ തുലാസിൽ അതിനുള്ള ഭാരം എണ്ണമറ്റതാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പ്രപഞ്ചനാഥന് ഏറ്റവും പ്രിയപ്പെട്ട ആ വരികൾ നമുക്കൊന്ന് ചുണ്ടുകളിൽ മന്ത്രിക്കാം. നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് വലിയൊരു സമാധാനം നൽകും ഇൻഷാ അല്ലാഹ്. ആ വചനമാണ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ ജീവിതത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. പടച്ചവൻ അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.